ഒരു വിമാനം, അതും ഇത്രയും വലിയൊരു വിമാനം, വലിയ ഭാരമുള്ള, ഇത്രയും വലിയ ഭാരം ചുമന്നുകൊണ്ട് ആകാശത്തൂടെ പറന്നു പോകുന്ന ഒരു വലിയ വിമാനം, ബോയിങ് വിമാനം, ഒരു ചെറിയ പക്ഷി ഇടിച്ചാൽ അതങ്ങ് തകർന്നു പോകുമോ, തരിപ്പണമായി പോകുമോ, പൊട്ടിത്തെറിക്കുമോ, അഗ്നിഗോളമായി മാറുമോ? ദക്ഷിണ കൊറിയയിൽ നടന്ന വിമാന അപകടം കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചില സംശയങ്ങളാണ്. ഈ സംശയം പലപ്പോഴും എൻ്റെ മനസ്സിലകത്തുണ്ട്. ഒരു പക്ഷി, ഒരു ചെറിയ പക്ഷി വന്നിടിച്ചാൽ ഇത്രയും വലിയ വിമാനം തകർന്ന് തരിപ്പണമാകുമെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ ശാസ്ത്രത്തിന് ഈ വിമാനം വളരെ വലിയൊരു ശാസ്ത്ര വളർച്ചയാണ്, വലിയ ശാസ്ത്ര കണ്ടുപിടുത്തമൊക്കെയാണെന്നൊക്കെ പറഞ്ഞാലും വളരെ നിസ്സാരമായ ഒരു ചെറിയ പക്ഷിക്ക് തകർക്കാൻ പറ്റുന്നതാണ് ഒരു വലിയ വിമാനമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് വിമാനത്തിൽ ഒരു സുരക്ഷിതമായിട്ട് മനസ്സമാധാനമായി യാത്ര ചെയ്യാൻ കഴിയുക? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അതിന് ഒരു പരിഹാരം നമ്മുടെ ശാസ്ത്രലോകൻ ഇതുവരെയും കണ്ടുപിടിക്കാത്തത്? സാധാരണ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ തോന്നുന്ന സംശയമാണ്. ഇപ്പോൾ ദക്ഷിണ കൊറിയയിൽ നടന്ന ആ അപകടം നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നതാണ്. അതിനകത്ത് 181 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. 175 യാത്രക്കാരും 6 വിമാന ജോലിക്കാരുമായിട്ട് പൈലറ്റും അതുപോലെ തന്നെ എയർ ഹോസ്റ്റസ്മാരും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് 6 പേരും. അങ്ങനെ 181 ജീവനുകളുമായിട്ടാണ് ഈ വിമാനം പറന്ന് തിരിച്ചു വന്ന് വിമാനത്താവളത്തിൽ, അതായത് ദക്ഷിണ കൊറിയയിലെ മുവാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിനിടയിൽ ഒരു പക്ഷി അതിൻ്റെ ചിറകിൽ അടിച്ചുവെന്നും അതോടുകൂടി അതിന് നിയന്ത്രണം വിട്ടുവെന്നും എൻജിൻ തകരാറ്, 2 എൻജിനുകളുള്ള വലിയ ഒരു കൂറ്റൻ വിമാനമാണ്. ബോയിങ് 773, 737, 800 എന്ന നമ്പറിൽപ്പെട്ട ബോയിങ് വിമാനമാണ്. അത് തകരാറ് വരികയും ഒരു വശത്തെ എൻജിൻ തകരാറ് വന്ന് കത്തി അമരുകയും അതിൻ്റെ നിയന്ത്രണം വിടുകയും അങ്ങനെ ലാൻഡിംഗ് ഗിയർ തകരാറ് വന്നതിൻ്റെ ഭാഗമായിട്ട് നേരെ ലാൻഡ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ അത് സൈഡിലുള്ള ചുവരിൽ ഉരഞ്ഞ് ഇടിച്ചു കയറുകയും തീഗോളമായി കത്തിജ്വലിച്ച് തീഗോളമായി സ്ഫോടനമായിട്ട് മാറുകയും ചെയ്തു. അതിനകത്തുണ്ടായിരുന്ന 2 പേരൊഴിച്ച് ബാക്കി എല്ലാവരും വെന്ത് കരിഞ്ഞു മരിക്കുകയും ചെയ്യുന്നു. ഇതാണ് നമ്മൾ ദക്ഷിണ കൊറിയയിൽ കണ്ട ഏറ്റവും വലിയ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വിഷയം. സ്ത്രീകളും കുട്ടികളും ഒക്കെ അടങ്ങുന്ന ഒരു യാത്രാ സംഘമാണ് അതിനകത്തുണ്ടായിരുന്നത്. പല കാര്യങ്ങൾക്കും വീട്ടിൽ പോകാനോ ബന്ധുക്കളെ കാണാനോ ജോലിക്ക് പോകാനോ അങ്ങനെ വിവിധ ആവശ്യങ്ങൾക്കാണ് വിമാനത്തിൽ. അത് ഇത്രയും ദൂരം പറന്ന് വന്നിട്ട് വിമാനത്താവളത്തിൽ ഇറങ്ങാൻ നേരത്താണ് സംഭവിച്ചത്. അതൊരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്. അപ്പോൾ ആ അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന് പറയുന്നത് അത്ര ചെറിയ സൗകര്യങ്ങളുള്ള, പരിമിതമായ സൗകര്യങ്ങളുള്ള ഒരു വിമാനത്താവളമായിരിക്കില്ല. പ്രത്യേകിച്ച് ദക്ഷിണ കൊറിയയിലെ വിമാനത്താവളം എന്ന് പറയുന്നത് വളരെ വിപുലമായ സൗകര്യങ്ങളുള്ള വിമാനത്താവളമാണ്. അപ്പോൾ അവിടെയാണ് ഈ പക്ഷി ഇടിച്ചതിൻ്റെ ഭാഗമായിട്ടൊരു വിമാനം 179 ജീവൻ പൊലിഞ്ഞുകൊണ്ടുള്ള വലിയൊരു ദുരന്തം നടന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ശാസ്ത്രം ഇനിയും വളരേണ്ടിയിരിക്കുന്നു നമുക്ക് തോന്നുന്നു. എന്തായാലും ഈ വിമാനത്തിൻ്റെ ഭാരം നമുക്കൊന്ന് കണക്കാക്കുമ്പോൾ, പക്ഷേ ഇതിനെക്കുറിച്ച് പല വിദഗ്ധന്മാരും പറയുന്നത്, ശാസ്ത്ര വിദഗ്ധന്മാർ, വ്യോമയാന വിദഗ്ധന്മാർ പറയുന്നത് ഒരിക്കലും ഒരു പക്ഷി ഇടിച്ചതുകൊണ്ട് പിന്നെ ലാൻഡിംഗ് ഗിയറിന് തകരാറ് വരില്ല. അത് ഒരു വല്ലാത്ത പ്രതികരണമാണ്. ഇപ്പോൾ ജോജോ എയർലൈൻസ് പറഞ്ഞ്, ജോജോയുടെ എയർലൈൻസാണ് ഇപ്പോൾ കത്തി അമർന്നത്, പൈലറ്റുമാരുൾപ്പെടെ മരിച്ചത്. അപ്പോൾ ലോകത്തുള്ള പല, ഓസ്ട്രേലിയയിലെയും അമേരിക്കയിലെയും മറ്റു പല രാജ്യത്തിലെയും വ്യോമയാന ശാസ്ത്രജ്ഞന്മാരും വിദഗ്ധന്മാരും പറയുന്നത് ഒരു കാരണവശാലും ഒരു പക്ഷി ഇടിച്ചെന്ന് വെച്ചിട്ട് ലാൻഡിംഗ് ഗിയറിന് തകരാറ് വരില്ല. പിന്നെ എന്താണ് സംഭവിച്ചത് ഇനി അന്വേഷണത്തിൽ മാത്രമേ മനസ്സിലാകൂ എന്നും പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ വിമാനത്തിൻ്റെ ഒരു ഭാരം നമ്മൾ കണക്കൂട്ടുമ്പോൾ, ഇത്രയും വലിയ ഭാരം വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു വിമാനം ഒരു ചെറിയ പക്ഷിക്ക് അങ്ങനെ ഇടിച്ചിടാൻ കഴിയുമെന്ന് ചോദിക്കാൻ കാരണം അതുകൊണ്ടാണ്. ഇതിൻ്റെ ഭാരം ഞാൻ ഒന്ന് ഗൂഗിൾ തിരഞ്ഞപ്പോൾ ഈ വിമാനം 737, 800 നമ്പറിൽപ്പെട്ട ബോയിങ് വിമാനമാണ്. ഇതിന് 41,140 കിലോഗ്രാമാണ് വിമാനത്തിൻ്റെ ഭാരം.
41,140 കിലോഗ്രാം ആണ് ഈ വിമാനത്തിന്റെ ഭാരം. ഇത്രയും ഭാരമാണ് ഈ വിമാനം. ഇതാണ് പറന്നു പോകുന്നത്. ഇനി ഇതിനകത്ത് 181 യാത്രക്കാരുണ്ടായിരുന്നു, ജീവനക്കാരുൾപ്പെടെ. അവർക്ക് നമുക്കൊരു ശരാശരി 60 കിലോഗ്രാം തൂക്കം വയ്ക്കാം. 60 മുതൽ 70 മുതൽ 80 മുതൽ 100 കിലോഗ്രാം വരെ ഉള്ള ആൾക്കാരവിടെ കാണും. സ്ത്രീകൾ കാണും, കുട്ടികൾ കാണും. അതുകൊണ്ട് നമുക്ക് എല്ലാവരെയും നമുക്കൊരു നിരക്കൊരു 60 കിലോഗ്രാം തൂക്കം ഇട്ട് കഴിഞ്ഞാൽ പോലും 12,600, അത് 12,000 എന്നൊക്കെ കൂട്ടിയാലും അത്രയും ഭാരമുണ്ട്. പിന്നെ ഇതിനകത്ത് ലഗേജുകളുണ്ട്. ഒരാളിന് 30 കിലോയുടെ ലഗേജ് വന്നാൽ പോലും 180 പേർക്കുള്ള ലഗേജ് നമുക്ക് കണക്കുമ്പോൾ ഏകദേശം 6,000 കിലോയ്ക്ക് വെളിയിൽ പോകും. അങ്ങനെ ഞാനൊന്ന് വെറുതെ ഒന്ന് കണക്കൂട്ടി, ഒരു എക്കണോമിക് ഇൻട്രസ്റ്റിനോട് കണക്കൂട്ടിയപ്പോൾ ഏകദേശം 60,000-ഓളം 60,000 കിലോഗ്രാം ഭാരം ഈ വിമാനത്തിൽ വഹിച്ചുകൊണ്ടാണ് ഈ വിമാനം പറക്കുന്നത്. ആൾക്കാരുടെ ഭാരം, വിമാനത്തിൻ്റെ ഭാരം, ലഗേജിൻ്റെ ഭാരം, ഇതെല്ലാം കൂടെ ചേർന്ന് 60,000-ഓളം കിലോഗ്രാം ഭാരം ഈ വിമാനത്തിനുണ്ട്. ആ വിമാനമാണ് ഇത്രയും ഉയർത്തിക്കൊണ്ട് ഈ ആകാശത്തൂടെ പറക്കുന്നത്. ആ വിമാനം തിരിച്ചിറങ്ങുമ്പോഴാണ് ഒരു ചെറിയ പക്ഷി ഇടിക്കുമ്പോൾ തകരാറിലാവുന്നതെന്ന് പറഞ്ഞ്. സത്യത്തിൽ ഇത് നമ്മുടെ ശാസ്ത്ര ലോകത്തിൻ്റെ മുന്നിൽ ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് എന്നെനിക്ക് തോന്നുന്നു. വിമാനങ്ങൾ പക്ഷി ഇടിച്ചാൽ പക്ഷിയെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. പക്ഷികൾ സർവതന്ത്ര സ്വതന്ത്രരാണ്. അവർ വിമാനത്താവളത്തിൻ്റെ അടുത്ത് വന്ന് പറക്കാതിരിക്കാനുള്ള സംവിധാനം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അവിടെ അവശിഷ്ടങ്ങൾ ഇടാതിരിക്കുക, വിമാനത്താവളത്തിൻ്റെ പരിസരം പ്രദേശങ്ങളിൽ അവശിഷ്ടങ്ങൾ ഇടാതിരിക്കുക, അവിടെ പക്ഷികൾ പറക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാതിരിക്കുക. പക്ഷികളെ അവിടെ നിന്ന് പലപ്പോഴും വിമാനത്താവളത്തിൽ പക്ഷികളെ ഓടിക്കുന്ന ജീവനക്കാരെ, പ്രത്യേകിച്ച് വെടിവെച്ച് ഓടിക്കുന്ന ജീവനക്കാരുണ്ട് വിമാനത്താവളത്തിൽ പലയിടത്തുണ്ട്. എല്ലാ വിമാനത്താവളങ്ങളിലും, നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലും പക്ഷിയെ വെടിവെച്ച് ഓടിക്കുന്ന ജീവനക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പക്ഷികളെ അവിടെ നിന്ന് അകറ്റാൻ പറ്റും. പക്ഷേ പക്ഷികളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ദൈവം അവർക്ക് നൽകിയ ഒരു സ്വാതന്ത്ര്യമാണ് അവർക്ക് ഈ ആകാശത്തിൽ പറന്ന് നടക്കാൻ കഴിയുക എന്നുള്ളത്. അവിടെ നമ്മൾ വിമാനങ്ങൾ സുരക്ഷിതരാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. നമ്മുടെ ശാസ്ത്രം ഇനിയും വളരേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷി ഇടിച്ചാൽ തകരാറ് വരുന്ന വിമാനങ്ങൾ, അതും ബോയിങ് വിമാനങ്ങൾ നശിക്കുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ്റെ ശാസ്ത്രത്തിന് മുന്നിലുള്ള ഒരു വെല്ലുവിളിയാണ് എന്ന് തന്നെയാണ് കരുതേണ്ടത്. അതിന് ഒരു മാറ്റം വരാൻ നമ്മൾ ഇപ്പോൾ ചന്ദ്രനിലും അതുപോലെ സൂര്യനിൽ പോലും എത്താൻ വേണ്ടിയുള്ള പ്രയത്നത്തിൽ നമ്മൾ വളരെ മുന്നിൽ പോകുമ്പോൾ ഇപ്പോഴും വിമാനത്തിനെ ഒരു ചെറിയ പക്ഷി ഇടിച്ചാൽ പോലും വിമാനം തകർന്നു പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങറ്റം വരെ ഈ പ്രപഞ്ചത്തിൻ്റെ അങ്ങ് മൂല കാണാൻ വേണ്ടി ശ്രമിക്കുന്ന മനുഷ്യന് ഈ നിസ്സാരമായ കാര്യം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ശാസ്ത്രം ഇനിയും കൂടുതൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.